കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ സൈക്കോ അനാലിസിസിന് വിധേയനാക്കാൻ CBI നീക്കം. ഇതിനായി ഡൽഹിയിൽ നിന്ന് CFSL സംഘം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഇവർ എപ്പോൾ ആണ് ഈ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? പ്രജിൻ പ്രവിത, നാളെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതിനായുള്ള ഒരുക്കങ്ങൾ CBI സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം, സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഇന്ന് കൊൽക്കത്തയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ നാളെ ഈ നടപടികൾ ആരംഭിക്കും. പ്രധാനമായും ഈ പ്രതി സഞ്ജയ് റോയ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ CBIയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ CBI ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ മറ്റ് പ്രേരണകളോ മറ്റാരുടെയെങ്കിലും ഇടപെടലോ ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് CBIക്ക് അറിയേണ്ടത്. ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടായിരുന്നോ എന്നുള്ള ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് പ്രതി സഞ്ജയ് റോയിയെ ഈ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന തീരുമാനത്തിലാണ് CBI സൈക്കോ അനാലിസിസ് പരിശോധന നടത്താനുള്ള തീരുമാനം CBI എത്തിയിരിക്കുന്നത്. എന്തായാലും ആരംഭിക്കും. ബൽറാം, കേൾക്കാമെങ്കിൽ CBIയിൽ നിന്നും ഇത്ര പെട്ടെന്ന് ഈ രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവ് ശേഖരണം അത്തരത്തിലേക്കും കടക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ സൈക്കോ അനാലിസിസ് തന്നെ നടത്താൻ തീരുമാനിക്കുന്ന പശ്ചാത്തലം എന്താണ് ബൽറാം? പ്രജിൻ, ഇതിൽ പ്രധാനമായും ഈ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ കുടുംബം, ഒപ്പം തന്നെ സഹപ്രവർത്തകർ എന്നിവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെയാണ് CBI കാണുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ക്യാമ്പസിലും പരിസരത്തും ഉള്ള ഈ ചില മാഫിയകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതി, കൊൽക്കത്ത പോലീസാണ് സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ആരുടെയെങ്കിലും പ്രേരണയനുസരിച്ചാണോ ഇത് പ്രവർത്തിച്ചത്, ആസൂത്രിതമായാണോ ഈ കുറ്റകൃത്യം നടപ്പാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ പ്രതിയെ സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് CBI എത്തുകയായിരുന്നു. ശാസ്ത്രീയമായി തന്നെ ഇത് ഉറപ്പുവരുത്താൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് CBI എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായി ആശുപത്രിയിൽ, ഈ കുറ്റകൃത്യം നടന്ന മുറിയിൽ എന്ന് ഈ സഹപ്രവർത്തകർ അടക്കമുള്ളവർ മൊഴി നൽകിയിരുന്നു. കാരണം ഈ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മുറിയിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പരിഹരിക്കുന്നതിന്റെ ഇപ്പോൾ ഈ സഞ്ജയ് റോയിയെ മാത്രം കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നടക്കുന്നത്? ഒന്നിലധികം പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളുന്നുണ്ടോ CBI? പ്രവിത, നിലവിൽ ഇപ്പോൾ ഈ സൈക്കോ അനാലിറ്റിക്കൽ ടെസ്റ്റിന് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഞ്ജയ് റോയിയെയാണ്. മറ്റ് ഇയാൾ മാത്രമാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് CBIയുടെ കസ്റ്റഡിയിലുള്ളത്. മറ്റ് ആളുകൾ, ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയാണ് CBI നിലവിൽ ചെയ്തു വരുന്നത്. അവർക്ക് ആർക്കെങ്കിലും തന്നെ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുമാണ് CBI വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്നുള്ളത്. നിലവിൽ അത്തരത്തിലുള്ള സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് തന്നെ പങ്കുണ്ട് എന്ന് വ്യക്തമായ സഞ്ജയ് റോയിയെ ടെസ്റ്റിന് വിധേയനാകുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ അത് ശാസ്ത്രീയമായി തന്നെ ലഭ്യമാകും എന്ന ഒരു ബൽറാം, ഇതിൽ ഈ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ കുടുംബവും ഒപ്പം തന്നെ സഹപാഠികളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഗ്യാങ് റേപ്പാണ്, കൂട്ടബലാത്സംഗം നടന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള പ്രാഥമികമായ എല്ലാ തെളിവുകളും അവിടെ ഉണ്ട്, അതുണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സഞ്ജയ് റോയിയെ മാത്രം ഈ രീതിയിൽ ഒരു ടെസ്റ്റിന് വിധേയനാക്കാൻ പോകുമ്പോൾ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് CBI എത്തുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അതായത് ഇതിന് പിന്നിൽ ഒരു ആസൂത്രണമോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന രീതിയിലൊക്കെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഈ ഗ്യാങ് റേപ്പ് എന്ന ആരോപണം, ആ രീതിയിലേക്ക് കൂടി CBIയുടെ അന്വേഷണം പോകുന്നുണ്ടോ? പ്രവിത, ഈ കാര്യത്തിൽ ഈ കൂട്ട ബലാത്സംഗം അല്ലെങ്കിൽ ഒന്നിലധികം പേർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന്
ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും, ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ അടക്കമുള്ളവരും എല്ലാവരും തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ നടത്തിയ മറ്റ് പരിശോധനകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള വിവരമാണ് ഉള്ളത് എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ കൊൽക്കത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സഞ്ജയ് റോയിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് പ്രതികളിലേക്ക് എത്താൻ, അങ്ങനെ അത്തരത്തിൽ പ്രതികൾ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള വിവരം ഇയാൾക്ക് മാത്രമായിരിക്കും നൽകാൻ കഴിയുക, നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതി എന്ന നിലയിൽ. എന്നാൽ അത്തരത്തിൽ കൊൽക്കത്ത പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അത് അയാൾ തുറന്നു പറയാത്തതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിന് മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത, കോടതി കസ്റ്റഡിയിൽ വിട്ട പ്രതിയാണ് സഞ്ജയ് റോയ്. ഇയാളിൽ നിന്നും ഈ സഹപ്രതികൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ബൽറാം, ഈ സംഭവത്തിന് ശേഷം അവിടെ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നു, അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നടന്ന ആശുപത്രി ആക്രമണം എന്ന് പോലും ആരോപണങ്ങളുണ്ട്. അല്ലാതെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല, ഈ തെളിവ് നശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്ന് കൃത്യമായി ഇവിടുത്തെ ഡോക്ടേഴ്സും ഒപ്പം തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ സഹപാഠികളും പറയുന്നുണ്ട്. കുടുംബവും അതേ ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട്. അതോടുകൂടി അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന BJPയും തൃണമൂൽ കോൺഗ്രസിനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ടെസ്റ്റ് നടത്താൻ പോകുന്ന സഞ്ജയ് റോയിയുടെ, ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ രീതിയിൽ ഒക്കെ സ്വാധീനമുള്ള ഒരാളാണോ? പ്രജിൻ, ഈ സഞ്ജയ് റോയിയുടെ പശ്ചാത്തലം സംബന്ധിച്ച് നേരത്തെ ഈ കോളേജുമായി ബന്ധപ്പെട്ട ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകർ, നാട്ടുകാർ അടക്കമുള്ളവർ അറിയിക്കുന്നത് ഇയാൾ സിവിക് പോലീസ് വളണ്ടിയറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ പോലീസുകാരനെ പോലെയായിരുന്നു ഇയാൾ പെരുമാറിയിരുന്നത്. ആശുപത്രിയിൽ പൂർണ്ണ അധികാരം, ഏത് ഡിപ്പാർട്ട്മെന്റിലും ഏത് സമയവും കയറി ചെല്ലാനുള്ള അധികാരം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾക്ക് ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായി തന്നെ ഈ ആശുപത്രിക്ക് സമീപമുള്ള പോസ്റ്റിൽ ഇയാൾ ഡ്യൂട്ടി വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇയാൾക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ പോലീസ് ഇക്കാര്യം ഒരു ഘട്ടത്തിലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും പ്രതികരണങ്ങളിൽ ഒന്നും തന്നെ പോലീസ് വരുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സാഹചര്യം എന്നുള്ളത്. എന്നാൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പല ഘട്ടങ്ങളിലായി അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നത് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്ന് ഒന്നിലേറെ പ്രതികൾക്ക് പങ്കുള്ള ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും തന്നെ പറയുന്നത്. വിദഗ്ധരായ ഡോക്ടർമാർ അടക്കമുള്ള ഏറെ നാളത്തെ അനുഭവ പരിചയമുള്ളവരാണ് ആശുപത്രിയിലെ പ്രൊഫസർമാർ അടക്കമുള്ളവർ. എന്നിട്ട് പോലും ഈ സംഭവം നടന്ന ഘട്ടത്തിൽ അതൊരു അസ്വാഭാവിക മരണത്തിൽ കവിഞ്ഞ് ഒരു കാര്യം കൂടി, കോളേജ് പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ CBI സംഘത്തിന്? അതെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ കേസിൽ സൈക്കോ അനാലിസിസ് പരിശോധന നടത്താൻ ഇപ്പോൾ CBI തീരുമാനിച്ചിരിക്കുകയാണ്. സഞ്ജയ് റോയ് എന്ന അറസ്റ്റിലായിരിക്കുന്ന ഒരാൾ, അയാളിലേക്കാണ് ഇപ്പോൾ CBI സംഘം കൂടുതൽ വിശദാംശങ്ങൾക്കായി ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം ഈ ടെസ്റ്റ് കൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. കോളേജ് പ്രിൻസിപ്പലിനെ ഏറെ നേരം ചോദ്യം ചെയ്തിരുന്നു. ഇതുൾപ്പെടെയുള്ള മറ്റാളുകളിലേക്ക് CBI സംഘം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഈ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. സൈക്കോ അനാലിസിസ് ടെസ്റ്റാണ് CBI സംഘം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ടെസ്റ്റ് നടത്താനുള്ള സംഘം എത്തിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്.